ഇന്ന് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ പോവുക. രാവിലെ തന്നെ കേക്കും ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ട്. ബിരിയാണി ഉദ്ദേശിച്ച് ചോറും കറിയും സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. എന്നിട്ട് അടുപ്പിൽ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വെള്ളമെല്ലാം തിളപ്പിക്കാനുള്ള ഇതും പിന്നെ ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. അരി അതിൻ്റെ ഇടയിൽ കഴുകുന്നുണ്ട്. പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടു. അങ്ങനെ എല്ലാ ഐറ്റംസും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല വരുമ്പോഴാണ് ഈ ക്യാരറ്റും ഇതൊക്കെ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ അതിനു മുമ്പ് സൺഫ്ലവർ ഓയിൽ ഒരു ഇച്ചിരി ഒഴിക്കുന്നുണ്ട്. പിന്നെ അല്പം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഇവിടെ ഞങ്ങൾ പറ്റിച്ചെടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. ഇപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ നമ്മൾ അളന്നെടുത്തെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ വെച്ച് പറ്റിച്ചെടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു, സംഭവം പൊളിയായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടി തകൃതിയിൽ നടക്കുകയാണ്. പിന്നെ ഒരു അടുപ്പിൽ എണ്ണ ഒഴിച്ചു, ഉള്ളി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വറുത്ത് കോരാനായിട്ടുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അരി നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരി ഇട്ട് കഴിഞ്ഞു. അരി ഇട്ടപ്പോൾ അത് അവിടെ കിടന്നങ്ങ് പറ്റിക്കോളുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് വേറെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു വിഷമമാണ്. കാരണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റേതായൊരു വിഷമം. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ അതിൻ്റെ ഇടയിൽ തന്നെ കാഷ്യൂവും കിസ്മിസൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഉള്ളിയുടെ കൂടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി അടുപ്പിൽ വെക്കാനുള്ള നെട്ടോട്ടമൊക്കെ നടത്തുകയാണ്. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉലുവയൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് സവാളയൊക്കെ ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതിനകത്തേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇട്ട് കഴിഞ്ഞു. തക്കാളി എല്ലാം. ചെറിയുള്ളി നമ്മൾ ഉപയോഗിച്ചില്ല, കാരണം ചെറിയുള്ളി ഇല്ലായിരുന്നു സമയമായപ്പം. കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ അത് മാത്രമേ ഇട്ടു. പിന്നെ മസാല ഐറ്റംസായ എല്ലാവർക്കും അറിയാമല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല, പെപ്പർ പൗഡർ, ഇങ്ങനെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇട്ടു. അടുപ്പിലേക്കാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സലാഡും ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് ദമ്മിടാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം നെയ്യൊക്കെ ഒഴിച്ച് പാത്രം ഒന്ന് ഇതാക്കിയിട്ട് കുറച്ചൊരു തട്ടിട്ടു. എന്നിട്ട് ഉള്ളി വറുത്തതും മല്ലിയിലയും പുതിനയിലയും പിന്നെ ബിരിയാണി എസൻസ് ഒഴിച്ചു. അത് കഴിഞ്ഞ് നെയ്യ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയറും ഇട്ടു. മേളിൽ തന്നെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കനലിലേക്ക് മാറ്റാം. അപ്പോൾ ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ഇത് കനലിലേക്ക് മാറ്റാമെന്നുള്ള രീതിയിൽ ശരിയാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ പപ്പടമൊക്കെ വറുത്തു, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നല്ല ഒരു പിടി പിടിച്ചു. ചോറൊക്കെ എടുത്തു. ചിക്കൻ കറിയും ചോറും ചിക്കൻ ഫ്രൈയും പപ്പടവും സാലഡും എല്ലാം കൂടെ വെച്ചൊരു പിടി പിടിച്ചു. ശേഷം 2 ടൈപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, മാംഗോ ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം. ഇതൊക്കെ തിന്ന് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഗുഡ് ബൈ.